കൂട്ടുകാരെ, 2026 എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ദൈവവചനമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ, അല്ലേ? എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടെന്ന്. നിന്റെ അമ്മയുടെ വയറ്റിൽ നിന്നെ ചുമന്ന അന്ന് തൊട്ട് നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, അല്ലേ? ഈ 2026 നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന്. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങളുടെ? ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം. ഈ 2026 ഒരാളെ ദൈവം ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സാത്താനും ഇതേപോലൊരു പദ്ധതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ആളിനെ സാത്താൻ ചിലപ്പോൾ ലോകത്തിൻ്റെ ക്രൂരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചിലപ്പോൾ 2026 ഉപയോഗിക്കാം. അതെങ്ങനെയെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സാത്താൻ ഗർജിക്കുന്ന സിംഹം പോലെ ഏത് നിമിഷവും ദൈവമക്കളെ വിഴുങ്ങുവാൻ തക്കത്തിൽ കാത്തിരിക്കുന്ന ഒരു സിംഹമാണ് ആയിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സാത്താൻ പലപ്പോഴും പ്രലോഭങ്ങൾ വഴി ദൈവമക്കളായ നമ്മളെ പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപങ്ങൾ ചെയ്യാൻ പ്രലോഭിപ്പിച്ച് അവസാനം നമ്മളെ സാത്താൻ്റെ അടിമകളാക്കി മാറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ജീവിച്ച് സാത്താൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവസാനം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ സാത്താൻ, ഞാൻ പറഞ്ഞതുപോലെ 2026 ദൈവത്തിന് ഒരാളെ കുറിച്ച് ലോകത്തിന് വേണ്ടി നീ സമാധാനത്തിന് വേണ്ടി വേണ്ടി പോരാടണം എന്ന ആവശ്യമുള്ള ഒരാളെ ദൈവം വിളിച്ചു വേർതിരിച്ച ആളിനെ ചിലപ്പോൾ സാത്താൻ അയാളെ കൊണ്ട് ലോകത്തിനെ കൊണ്ട് രാജ്യങ്ങളെ കൊണ്ട് തമ്മിലടുപ്പിച്ച് ക്രൂരതയ്ക്ക് വേണ്ടി ഹിറ്റ്ലറിനെ പോലെ ക്രൂരനായ ഒരാളെ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും? വളരെ ഈസിയാണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാലുകൾ ശ്രദ്ധിക്കണം. നാം നടക്കുന്ന പാത ശരിയായ പാതയാണോ? നമ്മുടെ കൈകൾ നാം ചെയ്യുന്ന പ്രവൃത്തി ശരിയായ പ്രവൃത്തിയാണോ എന്ന് ശ്രദ്ധിക്കണം. ദൈവ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി? അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ അല്ലയോ എന്ന് നാം ശ്രദ്ധിക്കണം. ദൈവത്തിന് അനിഷ്ടമായതൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ? അങ്ങനെ നാം ചെയ്താൽ ദൈവത്തിന് ഇഷ്ടം നമ്മളിലൂടെ നിറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാം ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളെ സ്വയം പരിശോധന ചെയ്യണം. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് സ്വയം പരിശോധന ചെയ്താൽ ഇന്ന് മരിച്ചാൽ ഇന്ന് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വയം പരിശോധന ചെയ്യാതെ രൂപാന്തരപ്പെടാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.